Hello my dear souls, welcome back to my YouTube channel Mitra Tarot. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള തടസ്സം എന്താണ്, അതായത് നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ തീരാത്ത എന്തുകൊണ്ടാണ്, നിങ്ങളുടെ ഇടയിൽ എപ്പോഴും വഴക്കും അത് തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല, ട്രസ്റ്റ് ഇല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇതിൻ്റെ കാരണം എന്താണ്, അതിൻ്റെ റീസണാണ് നമ്മൾ ഇന്നത്തെ ഒരു റീഡിങ്ങിലൂടെ ഇവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇത് ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. അതേപോലെ നിങ്ങൾ എപ്പോഴും ഒരു വീഡിയോ കാണുന്നു ആ ഒരു സമയം മുതൽ ഈ ഒരു വീഡിയോ വാലിഡ് ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സിന് എനർജി എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങൾക്കൊരു ഡീപ്പ് ഇമോഷനും ബോണ്ടുണ്ട്. അത് നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിന്ന് മീറ്റ് ചെയ്തിട്ടുള്ള പേഴ്സണാണ്. അതായത് മുൻ ജന്മത്തിൽ നിന്ന് നിങ്ങളെ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയിട്ടൊരു വ്യക്തിയാണിത്. ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ജന്മാന്തരങ്ങളായിട്ടൊരു കണക്ഷൻ ഉണ്ട് എന്നൊരു കാര്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ഒരു വ്യക്തി നിങ്ങൾ കണ്ടുമുട്ടിയ ആ ഒരു നിമിഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന് മറക്കാനാവാത്തൊരു നിമിഷത്തിലാണ്. അതായത് വളരെയധികം അൺഎക്സ്പെക്റ്റായിട്ട് ഒരു പ്രതീക്ഷയില്ലാതിരിക്കുന്ന ഒരു സമയത്തായിരുന്നു. അതായത് നിങ്ങൾക്ക് ഇനി ഒരു പ്രണയമേ വേണ്ട, നിങ്ങളുടെ ലൈഫിൽ പ്രണയം എന്നൊരു കാര്യം തന്നെ ആ ഒരു ചാപ്റ്റർ തന്നെ നിങ്ങൾ ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു സമയത്തായിരുന്നു ഈ ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയതും. ഈ ഒരു വ്യക്തി വന്ന സമയത്തെ നിങ്ങളുടെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നുണ്ടായിരുന്നു, ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം വന്നിരിക്കുന്ന വ്യക്തിയാണ്, അത് നിങ്ങൾക്ക് വേണ്ടി ജനിച്ചിട്ടുള്ള വ്യക്തിയാണിത്. നിങ്ങൾ ലൈഫിലേക്ക് ഏഞ്ചൽസായിട്ട് മാലാഖമാരായിട്ട് തന്നെ നിങ്ങൾ ലൈഫിലേക്ക് അയച്ചിട്ടൊരു വ്യക്തിയാണിത്. അതേപോലെ ഈ ഒരു വ്യക്തിയോട് നിങ്ങൾ സംസാരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ആഴങ്ങളിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിയായിട്ടും ഒരുപാടായിട്ട് നിങ്ങൾക്കൊരു വ്യക്തി പരിചയമുള്ളൊരു എനർജി ആയിരുന്നു നിങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നത്. ഒരു കാരണവശാലും നിങ്ങൾക്ക് യാതൊരു പരിചയമില്ലാത്ത ഇതുവരെ സംസാരിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരാളായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടേ ഇല്ലായിരുന്നു. അതേപോലെ ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള ചിലവഴിച്ചിട്ടുള്ള ഓരോ നിമിഷങ്ങളും അത്രയേറെ വാല്യൂ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അതൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ ഇങ്ങനെ നിങ്ങൾ സൂക്ഷിച്ച് വെച്ചിരിക്കുമായിരുന്നു. അത്രയ്ക്കും നിങ്ങൾ അത്രയും ഡീപ്പായിട്ട് അത്രയും ആഴത്തിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ആ വ്യക്തിയുടെ കൂടെ നിങ്ങൾ അത്രയും ആഴത്തിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളോട് നിന്ന സമയത്തൊക്കെ വളരെയധികം സ്നേഹത്തോടെയും വിശ്വാസത്തോടുകൂടിയും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കെയർ ചെയ്ത് ഒരാൾക്കുപോലും നിങ്ങളെ ഇത്ര ആഴത്തിൽ നിങ്ങളെ മനസ്സിലാക്കുകയോ സ്നേഹിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. ഈ ഒരു വ്യക്തി മാത്രമായിരുന്നു നിങ്ങളുടെ ജീവിതത്തെ ആദ്യമായിട്ടാണ് ഒരാൾ നിങ്ങൾ എത്രയധികം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തേക്ക് നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി, ഒരുപാട് രീതിയിൽ നിങ്ങൾ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ഒരു കാരണവുമില്ല, നിങ്ങൾക്ക് എപ്പോഴും ഈ റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് പോകണം, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സമാധാനത്തോടുകൂടി പോകണം നിങ്ങൾ ആഗ്രഹിക്കും. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഈ ഒരു ബന്ധം മുന്നോട്ട് പോകുന്നതേ ഇല്ലായിരുന്നു. എപ്പോഴും ഈ ഒരു ബന്ധത്തിനകത്ത് തടസ്സങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളും മാത്രമായിരുന്നു. നിങ്ങൾക്കൊരു സമാധാനം ഇല്ലായിരുന്നു. മെയിനായിട്ട് ഇവിടെ നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്നൊരു വ്യക്തിക്ക്, അതായത് ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് നിൽക്കുന്നൊരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ വേദന. നിങ്ങൾക്ക് അന്നും പാസ്റ്റിലും ഈ ഒരു പ്രസൻറ്റിലും നിങ്ങൾക്ക് മാത്രമാണ് ഏറ്റവും കൂടുതൽ വേദന നിങ്ങളാണ് അനുഭവിക്കുന്നത്. ഇതിപ്പം അതൊരു വ്യക്തി ഒരു മെന്നായാലും ഒരു പുരുഷനായാലും സ്ത്രീ ആയാലും നിങ്ങൾ മാത്രമാണ് ഈ ഒരു സമയത്ത് വേദന അനുഭവിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് യാതൊരു വേദനയും ഇല്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എനർജി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ലൈഫിൽ വളരെയധികം ഹാപ്പി ആയിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ ചില സമയങ്ങളിൽ ചില മൊമെൻറ്റ്സിൽ അവർ നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ തിരിച്ചു വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് വീണ്ടും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം അവർക്കൊരു ഉള്ളൊരു ഭയമുണ്ട്, ഒരു പേടിയുണ്ട്. ആ ഒരു പേടിയാണ് അവരെ തടഞ്ഞു വെക്കുന്നത്. അതായത് നിങ്ങൾ ഇനിയും അവർ വീണ്ടും കോണ്ടാക്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും അവരോട് പ്രശ്നമുണ്ടാക്കുമോ, നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു കലഹമുണ്ടാവുമോ, നിങ്ങൾ വീണ്ടും ഒരു വാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുമോ, ആ ഒരു കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലോട്ട് വരുന്നൊരു കാര്യത്തിൽ ഇവിടെ തടസ്സപ്പെടുത്തുന്നവരാണെന്ന് വെച്ചാൽ അതുകൊണ്ടാണ്. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനും കാര്യങ്ങളും വളരെ കുറവായിട്ടാണ് കാണുന്നത്. ഒരു തേർഡ് പാർട്ടി കാരണമല്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാതിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് പേരുടെ ബന്ധം നോക്കുമ്പോൾ ഇതൊരു മാരേജിലേക്ക് പോകേണ്ട ഒരു ബന്ധമായിരുന്നു. നിങ്ങൾ അവരുടെ ഒരു മാരീഡ് ലൈഫ് വരെ സ്വപ്നം കണ്ട് ജീവിക്കുകയായിരുന്നു. നിങ്ങൾ ആ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് വിവാഹം നടക്കും, നിങ്ങൾ ആ വ്യക്തി തന്നെ ഒരു കുടുംബമായിട്ട് ജീവിക്കും, അവരുടെ ഫാമിലി നിങ്ങൾ അത്രയധികം സ്നേഹിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ സ്വന്തം അച്ഛനും അമ്മയും പോലെയായിരുന്നു നിങ്ങളുടെ ആ പേഴ്സൻ്റെ വ്യക്തിയെ നിങ്ങൾ കണ്ടിരുന്നത്. അതേ പേഴ്സൻ്റെ അച്ഛനും അമ്മയും നിങ്ങൾ അങ്ങനെയായിരുന്നു കണ്ടിരുന്നത്. അവരുടെ പേരൻസിനെ നിങ്ങൾ അത്രയധികം വാല്യൂ കൊടുക്കുന്നുണ്ടായിരുന്നു.
സ്നേഹിക്കുന്നുണ്ടായിരുന്നു, സ്നേഹം കൊടുക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഈ ഒരു വ്യക്തിയും അത്രയും സിൻസിയറായിട്ടാണ് സ്നേഹിച്ചത്. നിങ്ങൾ ഒരു കാരണവശാലും അവരോട് ഒരു തെറ്റും നിങ്ങൾ ചെയ്തിട്ടില്ല. നിങ്ങൾ ഇവരെ മറച്ചു വെച്ചുകൊണ്ട്, അതായത് ഇവരെ ഹൈഡ് ചെയ്തുകൊണ്ട് മറ്റൊരു ബന്ധത്തിലോട്ട് പോവുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു തെറ്റോ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ട് കൂടിയില്ലായിരുന്നു. ഈ ഒരു വ്യക്തി അത്രയേറെ ആഴത്തിലായിരുന്നു നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു സമയം വരെ നല്ല രീതിയിലൊരു ബന്ധം മുന്നോട്ട് പോകുന്നിടത്തായിരുന്നു വളരെയധികം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെയായിരുന്നു ഈ ഒരു ബന്ധത്തിനകത്തൊരു വീഴ്ച വന്നത്, ഒരു ഹോള് വന്നത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ബോണ്ട് കട്ട് ചെയ്യുന്ന രീതിയിൽ, മുറിച്ച് കളയുന്ന രീതിയിലായിരുന്നു പിന്നീട് എല്ലാ കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നത്. ഒരു സമയത്ത് നിങ്ങൾ ലൈഫിൽ വളരെയധികം സ്റ്റക്കായിട്ട് നിൽക്കുന്ന എനർജിയാണ് ഇവിടെ കാർഡ്സിൽ നിന്നുള്ള ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് അറിയത്തില്ല ഇവിടെ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് ഈ വ്യക്തിയെ മറക്കാൻ സാധിക്കുന്നതുമില്ല, എന്നാൽ ഈ ഒരു വ്യക്തിയില്ല നിങ്ങൾക്കൊരു ജീവിതം ജീവിക്കാൻ കഴിയുന്നതുമില്ല. നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുവാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണോ വേണ്ടിയോ എന്നൊക്കെ അറിയാതെ ഒരു ഡീപ്പായിട്ടൊരു സ്റ്റക്ക് എനർജിയിലാണ് നിങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ഈ സ്റ്റക്ക് എനർജി ഇവിടെയെങ്കിൽ നിങ്ങളൊരു ബാഗേജാണ്. നിങ്ങൾക്ക് മനസ്സിൽ ഭയങ്കരമായിട്ടൊരു വേദനയും വിഷമവും ദുഃഖവും എല്ലാം നിങ്ങൾ കൊണ്ടെടുക്കുകയാണ്. അത് നിങ്ങളുടെ മറ്റാരോടൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നൊരു ആശ്വാസമോ സമാധാനമോ ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പീഡ്സ് നിങ്ങളിലേക്ക് തിരിച്ച് വന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു മോചനം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. സോ ഈ ഒരു മോചനം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ സ്വിച്ച് വേർഡ്സ് ട്രൈ ചെയ്യുക. അതായത് നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിലിപ്പോൾ ഉള്ളൊരു പേടിയും ആ ഒരു ഉത്കണ്ഠയും ആൻസൈറ്റിയും അവർക്കുള്ളിൽ നിങ്ങളായിട്ട് ചിന്തിക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കര സ്ട്രെസ്സാവുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ അവർ ഒരുപാട് ഭയപ്പെടുന്നുണ്ട്. വീണ്ടും വന്നു കഴിഞ്ഞാൽ നിങ്ങളവരെ കുറ്റപ്പെടുത്തും. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ഇപ്പം കടന്നു വരുന്നത് ഒരു ഭയമാണ്. ആ ഒരു ഭയം നിങ്ങൾ മാറ്റിയെടുക്കണം. അത് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു കാരണവശാലും അത് മാറത്തില്ല. സ്വിച്ച് വേർഡ്സിലൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെല്ലിലൂടെയും അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ സ്പെല്ല് എല്ലാവർക്കും അഫോർഡബിൾ അല്ല, അതുകൊണ്ടാണ് ഞാൻ സ്വിച്ച് വേർഡ്സ് പറയുന്നത്. പക്ഷേ സ്വിച്ച് വേർഡ്സ് യൂസ് ചെയ്ത റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ സ്പെല്ലായാലും സ്വിച്ച് വേർഡ്സ് ആയാലും നിങ്ങൾ അതിൽ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ അതനുസരിച്ച് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. എൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ഞാൻ കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ 100% ആയിട്ട് എഫോർട്ട് എല്ലാം കൊടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഒരു ടൈമിൽ ഞാൻ ഒരാളുടെ സ്പെല്ല് മാത്രമേ ചെയ്യാറുള്ളൂ. കമ്പൈനായിട്ട് ഗ്രൂപ്പായിട്ട് ഞാൻ സ്പെല്ല് ചെയ്യാറില്ല. കാരണം ഒരാളിലേക്ക് മാത്രം എനർജി കൊടുത്ത് ആ രീതിയിലാണ് ഞാൻ സ്പെല്ല് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് അത്രയും എഫോർട്ട് എടുത്തിട്ടാണ് ഞാൻ ഓരോരുത്തരുടെ സ്പെല്ല് ചെയ്യുന്നത്. കാരണം നിങ്ങൾ അത്രയും ട്രസ്റ്റ് ചെയ്തിട്ടാണ് എന്നെ വിശ്വസിച്ച് ഈ ഒരു സ്പെല്ലും വിശ്വസിച്ച് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുന്നത്. സോ നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് നേടി തരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് തരണം എന്നുള്ളത് എൻ്റെയും കൂടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. നിങ്ങൾ എത്രത്തോളം മോശമായിട്ടൊരു സിറ്റുവേഷനിലാണ്, എത്രത്തോളം വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ അടുത്ത് വന്നതെന്ന് എനിക്കറിയാം. സോ നിങ്ങൾ എന്നെ വിശ്വസിച്ചിരുന്ന കാര്യം മാക്സിമം ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തരും. പിന്നീട് ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി കേട്ടോ. അത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമൊന്നുമില്ല. പലരും ചോദിക്കുന്നുണ്ട് സ്പെല്ല് ചെയ്യുമ്പോൾ മാം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുമോ, എനിക്ക് ജോലിയുണ്ട്, വർക്കുണ്ട്, കുട്ടികളുണ്ട്, അപ്പം എനിക്കതിന് സമയമില്ല. അതൊന്നും യാതൊരു പ്രശ്നമില്ല കേട്ടോ. ഇപ്പം ഞാൻ നിങ്ങൾ ഫോളോ ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും സെയിം അല്ല. അതെൻ്റെ സ്പെല്ലെടുത്തവർക്കറിയാം. ഒരാൾക്കും കൊടുക്കുന്നത് സെയിം ആയിട്ടുള്ള കാര്യമല്ല. നിങ്ങളുടെ ഓരോ ഏരിയ അനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. സോ നിങ്ങൾക്കത് ഫോളോ ചെയ്യുന്നതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഇതിൻ്റെ ഫുൾ എനർജി കൊടുത്ത് ചെയ്യുന്ന ഞാനാണ്. ഇപ്പം നിങ്ങൾ 3 days ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും 7 days ആണെന്നുണ്ടെങ്കിലും എൻ്റെ ഫുൾ എഫേർട്ട് കൊടുത്ത് ചെയ്യുന്ന ഞാനാണ്. നിങ്ങൾ ജസ്റ്റ് ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്താൽ മതി. പിന്നെ നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. കാരണം ഇവിടെ ഞാൻ പറയുന്ന സ്പെല്ല് സെയിൻറ്റ് എക്സ്പെരിൻ്റെ സ്പെല്ലാണ്. ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്നതിൻ്റെ സ്പെല്ലാണ്. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണായിട്ട് ഏത് രീതിയിലായാലും നോ കോൺടാക്റ്റായിട്ട് വർഷങ്ങളായിട്ട് നിൽക്കുകയെന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും എത്രയൊക്കെ നിങ്ങൾ ബ്രേക്കപ്പിൽ നിൽക്കുകയെന്നുണ്ടെങ്കിലും നിങ്ങളുടെ സിറ്റുവേഷൻ എന്തും ആയിക്കോട്ടെ, പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉയർന്നൊരു രീതി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പേഴ്സണെ കൊണ്ടുത്തരും. അത് ഒരുപാട് പേർക്കൊരു മിറാക്കിൾ പോലെയൊക്കെയാണ് സ്പെല്ലിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് സ്പെല്ലോ സ്വിച്ച് വേർഡ്സൊക്കെ തന്നെ ആവശ്യമുള്ളവർക്ക് വരാം. അതേപോലെ തന്നെ പേഴ്സ് റീഡിങ് എടുക്കുന്നവർക്കും വരാം. നമ്മളിപ്പോൾ ഓഫറിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് 12 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. 12 ക്വസ്റ്റ്യൻസ് ഇപ്പം വരും
555 നമ്മൾ കൊടുക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. സോ ഈ റേറ്റിൽ ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ട് ഈ സമയത്ത് കോൺടാക്റ്റ് ചെയ്യാം. നമ്മൾ ഈ ഒരു സമയം പീരീഡിൽ മാത്രമേ ഈ ഒരു റേറ്റിൽ ഓഫറിൽ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് 12 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏരിയസിൽ ചോദിക്കാം. നിങ്ങൾക്ക് ഹെൽത്തായിട്ടോ, കരിയറായിട്ടോ, റിലേഷൻഷിപ്പായിട്ടോ, മാരേജോ, ഫ്യൂച്ചറോ, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ, അത് കറണ്ട് സിറ്റുവേഷനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. സോ 12 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. 555 മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. സോ നിങ്ങൾക്ക് ഒരു ഓഫറിൽ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ. സോ നമുക്ക് ബാക്കി റീഡിങ്ങിലേക്ക് നോക്കാം. ഇവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ്, അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്നൊരു കാര്യമാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. സോ അവർ നിങ്ങളെ ഒരുപാട് രീതിയിൽ വളരെ ഡീപ്പായിട്ട് നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് അവരുടെ ഒരു ഭയവും പേടിയും കാരണം മാത്രമാണ് നിങ്ങളോടുള്ള സ്നേഹം അവർ എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്നത്. സോ നിങ്ങൾക്ക് അവരോട് തോന്നുന്ന ഒരു ഫീലിങ്സ്, മിസ്സിങ് ആയാലും അവരെ വേണമെന്ന് ആഗ്രഹിക്കുന്ന എനർജി ആയാലും അവരായിട്ടൊരു മാരേജ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകുന്ന മെസ്സേജസ് എല്ലാം തന്നെ അവർക്കൊരു ടെലിപ്പതിക് മെസ്സേജായിട്ട് അവർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അവരും അതേ രീതിയിൽ തന്നെ നിങ്ങളെങ്ങനെയാണോ അവരെ ആഗ്രഹിക്കുന്നത് അതേ ഇൻറ്റൻഷനോട് തന്നെ അവരും നിങ്ങളെ തിരിച്ച് ആഗ്രഹിക്കുന്നുണ്ട് എന്നൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. സോ നിങ്ങളുടെ ഒരു റെസ്പോൺസിന് വേണ്ടിയിട്ടാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ മാറും, അവരിലുണ്ടായിരിക്കുന്ന ഭയം മാറും, അതേപോലെ നിങ്ങളുടെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യും എന്നൊരു കാര്യമാണ് നിങ്ങളുടെ പേഴ്സൺ ഈ സമയത്ത് ഉറപ്പായിട്ട് അവർ ആ കാര്യത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും നിങ്ങളുടെ കാര്യങ്ങളൊന്നും അവർ കെയർ ചെയ്യുന്നില്ല, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ വെറും ഡൗട്ട് മാത്രമാണ്. അതായത് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു ഡൗട്ട്ഫുള്ളായിട്ടൊരു എനർജി മാത്രമായിട്ടാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ അവർ നിങ്ങളോട് ചെയ്ത തെറ്റിനൊക്കെ അവർക്കൊരു ഗിൽറ്റ്, ഒരു കുറ്റബോധം ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളോട് ക്ഷമ ചോദിക്കണമെന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ചില സമയത്ത് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട് അവരുടെ ലൈഫിലെ റൈറ്റ് പേഴ്സൺ അല്ലാത്തത് കൊണ്ടാണോ നിങ്ങളിങ്ങനെയൊക്കെ അവരെ ട്രീറ്റ് ചെയ്യുന്നതെന്നൊരു ചിന്ത അവർക്ക് വരാറുണ്ട്. നിങ്ങൾ അവർക്കൊരു പ്രയോറിറ്റി കൊടുക്കുന്നില്ല, അവരുടെ ലൈഫിൽ നിങ്ങൾ റൈറ്റായിട്ടൊരു പേഴ്സൺ അല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയൊക്കെ നിങ്ങൾക്കൊരു ചിന്ത ഉണ്ടായതുകൊണ്ടാണോ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ഇത്രയേറെ വേദനിപ്പിക്കുന്നതും അവർക്കൊരു വാക്കുകൾ പറഞ്ഞ് കുത്തി നോവിക്കുകയും ചെയ്യുന്നതൊക്കെ ആ ഒരു കാരണം കൊണ്ടാണെന്നും നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഒരുമിച്ചൊരു നിമിഷം ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻ കോൺടാക്റ്റ് വരുന്നൊരു സമയത്ത് ഒരുമിച്ച് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം. അതായത് നിങ്ങളുടെ ഡ്രീംസ്, നിങ്ങളുടെ പേഴ്സണായിട്ടുള്ള എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട്, ഇപ്പോൾ അവരോട് യാത്ര ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്നതായിരിക്കാം, അതേപോലെ തന്നെ നിങ്ങൾ മാരേജ് ചെയ്യുന്നതും നിങ്ങളുടെ ഫാമിലി മുന്നിൽ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നതോ, അങ്ങനെ നിങ്ങളുടെ മനസ്സിലുള്ള എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ ആ ആഗ്രഹങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് നിന്ന് ആ ആഗ്രഹങ്ങളൊക്കെ തന്നെ റിയാലിറ്റിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യാം എന്നൊരു കാര്യം നിങ്ങളുടെ പേഴ്സണോട് ഡീപ്പായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വെൽക്കം ചെയ്യാനും വീണ്ടും റിലേഷൻഷിപ്പ് എഗെയിൻ സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു കാര്യം നിങ്ങളുടെ പേഴ്സണോട് ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളിൽ നിന്ന് കൊടുത്തിട്ടുള്ള എനർജി അത് ഭയങ്കര ഒരു ബ്ലോക്കേജാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സൺ ലൈഫിൽ നിന്ന് റിമൂവ് ആയിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തിരിക്കും കേട്ടോ. അതിന് യാതൊരു തടസ്സവും ഇവിടെ ഇല്ല. 100% ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഉറപ്പായിട്ടും കോൺടാക്റ്റ് ചെയ്തിരിക്കും. സോ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ടുണ്ടോ എന്ന് കരുതുന്നുണ്ട്. സോ ഈ ഒരു എനർജി ക്ലെയിം ചെയ്യാൻ വേണ്ടി നിങ്ങൾ കമൻറ്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു റീഡിങ്ങിലായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ട എനർജി എല്ലാം തന്നെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പലരും വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യാതെ പോകുന്നുണ്ട്. സോ കമൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കമൻറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് വീഡിയോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.